കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. നിങ്ങളുടെ കൂട്ട് സഹോദരനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഓൺലൈൻ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഉള്ള ഒരു 40 ഡേയ്സിന്റെ ഒരു സ്പെഷ്യൽ വചനധ്യാന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തു വരുന്നത്. എൻ്റെ 49 ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഓൾറെഡി കഴിഞ്ഞു. വളരെ വിശാലവും വിസ്തൃതവുമായ രീതിയിലാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ കഴിയുന്നത്ര മേഖലകൾ നമ്മൾ കവർ ചെയ്തു പോവുകയാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ മിക്ക പുസ്തകങ്ങളിലേക്ക് നമ്മൾ പോയി വരുന്ന ഒരു സ്ഥിതി കണ്ടുവരാറുണ്ട്. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കിനും വളരെ നന്ദി പറയുന്നു. ഓരോരുത്തരിലും കർത്താവ് ചെയ്യുന്ന മാറ്റങ്ങൾ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം എന്ന് ദൈവവചനത്തിൽ കാണുന്ന പോലെ ദൈവവചനത്തിന്റെ മാധുര്യം മനസ്സിലാക്കാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകിയല്ലോ. പഠിക്കുന്ന വേദവിദ്യാർത്ഥികളോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ ഒരു നിയോഗം നൽകി ദൈവം ഇത് മറ്റുള്ളവർക്കൂടെ പഠിക്കുവാനായിട്ടൊരു അവസരം നൽകിയാലോ എന്ന്. അപ്പോൾ അത് നിമിത്തം ധാരാളം ആളുകൾക്ക് അത് ആശ്വാസമായി, കാഴ്ചപ്പാട് ലഭിച്ചു. അവരുടെ പ്രെയർ ലൈഫ് ഒക്കെ മാറി, കുടുംബജീവിതത്തിന് വളരെ വ്യത്യാസങ്ങളുണ്ടായി, ലൈഫ് ഒരു ഓർഡറിലായി എന്നൊക്കെ കേട്ടപ്പോൾ ദൈവവചനം മനുഷ്യരിൽ വരുത്തുന്ന ആ വലിയ മാറ്റങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നിങ്ങൾക്കൊരു 40 ഡേയ്സിന്റെ ഒരു വർഷ പ്രോഗ്രാമാണ്. എന്നാൽ BA ഇൻ തിയോളജി, ഡിപ്ലോമ ഇൻ തിയോളജി, ഗ്രാജുവേറ്റ് ഇൻ തിയോളജി പ്രോഗ്രാമുകൾ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രേറ്റ് വിഷൻ നൽകുന്നുണ്ട്. അതിൽ BA ഇൻ തിയോളജി പ്രോഗ്രാമിനകത്ത് വരുന്ന 27 കോഴ്സ് പ്രോഗ്രാമോളമുണ്ട്. അത് ഇൻട്രൊഡക്ഷൻ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റമെന്റ്, ഫാക്ട്സ്, ചർച്ച് ഹിസ്റ്ററി, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അത് ഫസ്റ്റ് സെമസ്റ്ററിൽ കിട്ടുന്നു. സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ, തിയോളജിയുടെ കുറെ ഭാഗങ്ങൾ, പിന്നെ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ്, LMJC. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ആളുകളോട് പങ്കുവയ്ക്കണമെങ്കിൽ കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചും കർത്താവിന്റെ ഉപദേശത്തെക്കുറിച്ചും കർത്താവിന്റെ മിനിസ്ട്രിയെക്കുറിച്ചും നമ്മൾ ശരിയായ നിലയിൽ മനസ്സിലാക്കും. അതുപോലെ തിയോളജി ഓഫ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം, എങ്ങനെയാണ് സുവിശേഷീകരണം നടത്തുക, എങ്ങനെയാണ് സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അതുപോലെ റിലീജിയൻസ് ഇൻ ഇന്ത്യ, ഭാരതത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ചുള്ള പഠനം സെക്കൻഡ് സെമസ്റ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തേർഡ് സെമസ്റ്ററിൽ പെന്ററ്റുക്ക് അഥവാ പഞ്ചഗ്രന്ഥങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങളെക്കുറിച്ചും യോഹന്നാന്റെ എഴുത്തുകളെക്കുറിച്ചും അതുപോലെ ഇന്ത്യയുടെ സഭയുടെ ചരിത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അതിൽ തേർഡ് സെമസ്റ്ററിൽ കിട്ടുന്നു. ഒപ്പം ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി, എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്, ഏത് വിധത്തിലാണ് അതിൻ്റെ ഓരോ മേഖലകളെക്കുറിച്ചും ശരിയായ നിലകളിൽ നമ്മൾ ദൈവവചനം ശരിയായ നിലയിൽ പഠിക്കാത്തത് കൊണ്ടാണ് ശരിയായ നിലയിൽ ആളുകൾ പ്രസംഗിക്കാൻ കഴിയാതെ പോകുന്നത്. എന്തെങ്കിലും കേട്ടിട്ട് ഏതെങ്കിലും അർത്ഥങ്ങൾ കൊടുത്ത് ആളുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കൊണ്ടാണ് ആളുകളെ വഴിതെറ്റിച്ചു പോകുന്നത്. അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പോലും ആളുകൾ അറിയുന്നില്ല. അതിനെ നമ്മൾ ബിബ്ലിക്കൽ ഹെർമിനോട്ടിക്സ്, വ്യാഖ്യാന ശാസ്ത്രങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. 4th സെമസ്റ്ററിൽ വരുന്നത് കാവ്യ പുസ്തകങ്ങളും അത് പാസ്റ്ററൽ എപ്പിസൽസ്, അതുപോലെ ക്രിസ്ത്യൻ എത്തിക്സ്, കമ്മ്യൂണിക്കേഷൻ, ക്രിസ്ത്യൻ മിനിസ്ട്രി, ആളുകളോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ട വിധം, ഇതൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അത് ആവശ്യമായിരിക്കും. അതുപോലെ വർഷിപ്പ് ആൻഡ് പ്രീച്ചിങ്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സിസ്റ്റമാറ്റിക്കൽ പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ പ്രാവചനിക പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ പ്രൊപ്പറ്റിക്കൽ ബുക്സ്, അതുപോലെ എസ്കറ്റോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അന്ത്യകാല ശാസ്ത്രം, ഇനി ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള തിരുവചനത്തിലെ പ്രവചന ഭാഗങ്ങൾ, നടന്ന പ്രവചനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ, ഇനി നടക്കുവാനുള്ള പ്രവചനങ്ങൾ, ഒക്കെ പ്രൊപ്പറ്റിക്കലായിട്ടുള്ള ബുക്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എസ്പെഷ്യലി ദാനിയേൽ ആൻഡ് റെവലേഷൻ, ഈ 2 പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ കാരാഗ്രഹ ലേഖനങ്ങൾ, അതുപോലെ മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റ്സ്,
ആധുനിക മതപ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫൈനൽ സെമസ്റ്റർ വരുന്നതാണ്. പൗലൂസ് എഴുതിയ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്നുവെങ്കിലും തൻ്റെ എഴുത്തുകളിൽ നിന്ന് താൻ തന്നെ ആയിരിക്കാം അത് എഴുതിയത് എന്നുള്ളതാണ് ഏറിയ ചിന്തകന്മാരും പറയുന്നത്. അപ്പോൾ ആ പൗലൂസിന്റെ കാഴ്ചപ്പാടും പൗലൂസിന് സഭയ്ക്ക് നൽകിയ ചർച്ച് അഡ്മിനിസ്ട്രേഷൻ എല്ലാം പൗലൂസിന്റെ എഴുത്തുകളിൽ നിന്നാണ്. സഭ എങ്ങനെ നയിക്കണം, ഒരിടയൻ എങ്ങനെയായിരിക്കണം, സുവിശേഷകർ എങ്ങനെയായിരിക്കണം, ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം, വിശ്വസ്തനായ ഭർത്താവ് എങ്ങനെ കുടുംബജീവിതം നയിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, എല്ലാത്തിൻ്റെയും സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് ലഭിക്കുന്നത് പോളൈൻ തോട്ടിലൂടെയാണ്. അതുപോലെ പൊതുവായ ലേഖനങ്ങൾ, ജനറൽ എപ്പിസൽസ്, പൊതുവായ ലേഖനങ്ങൾ, പിന്നെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ബിബ്ലിക്കൽ ഹെർമെനോട്ടിക്സ് ആൻഡ് ഹോമിലിറ്റിക്സ്, പ്രസംഗശാസ്ത്രവും വ്യാഖ്യാനശാസ്ത്രവും ഒക്കെ. അതുപോലെ ഒരു ഇടയ ശുശ്രൂഷ നമ്മൾ നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാസ്റ്ററൽ കൗൺസിലിംഗ് അത് പഠിക്കണം. ചില ആളുകൾ ചിന്തിക്കും, ഞാൻ MA എടുത്തു അല്ലെ PhD എടുത്തു, അതുകൊണ്ട് എനിക്കും ആളുകളെ നയിക്കാൻ പറ്റും. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്ന മോശയുടെ കയ്യിൽ ദൈവം ജനത്തെ ഏൽപ്പിച്ചില്ല. കാരണം റോയൽ എഡ്യൂക്കേഷൻ എല്ലാം ഇസ്രായേലിൽ കിട്ടി അദ്ദേഹം ബ്രിഗേഡിയറായി മാറിയെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. പക്ഷെ ദൈവം ജനത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ ദൈവം കൊടുത്തില്ല. കർത്താവ് 40 വർഷം മരുഭൂമിയിൽ ആടിനെ മേയിച്ച് ജീവിതം വളരെ ഹമ്പിളാക്കി മാറ്റി. നമ്മൾ ജനത്തെ ഭരിക്കുകയല്ല, അവരെ പരിപാലിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തേണ്ടതിന് വേണ്ടി 40 വർഷത്തെ പരിശീലനം മോശയ്ക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിയായ നിലയിലുള്ള പരിശീലനങ്ങളൊക്കെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമാണ്. മാത്രമല്ല ഇന്ന് ലോകത്തിൽ എവിടെയും ഒരു അംഗീകരിക്കപ്പെട്ട സെമിനാരിയിൽ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ അത്യാവശ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ചില ആളുകൾ പറയും, എനിക്ക് തിയോളജിയും ബയോളജിയും ഒന്നും വേണ്ട ദൈവമക്കളെ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു ID പ്രൂഫ് പോലും ഇല്ലാതെ അവർ റിജക്റ്റഡ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. കർത്താവിന്റെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവീൻ, പേർസിസിന് വന്ദനം ചൊല്ലുവീൻ. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചവരാണ് അക്വിലാവും പ്രിസ്കില്ലയും. അതുപോലെ ഒരുപാട് സഹോദരിമാരുണ്ട്. സോ അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിങ്ങൾക്ക് ലഭിച്ച വിഷൻ അനുസരിച്ച് കർത്താവിനോട് വളരെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവസരങ്ങൾ നൽകട്ടെ. ചച്ചപ്പുകളുടെ മുളക്കഴയിലുള്ള സിയോൻ കുന്നിൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് മയേഴ്സ് മാതാമ എന്ന് പറയുന്ന ഒരു ദൈവദാസിയുടെ ദർശനമായിരുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഒരു മിഷണറിയുടെ മകളായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ആത്മനിയോഗവും ആത്മഭാരവും ഒക്കെ നൽകുന്നു. 3 കല്ല് 3 സ്ഥലത്തിരുന്നാൽ അത് 3 കല്ലായിട്ട് മാത്രമേ തീരത്തുള്ളൂ. എന്നാൽ ആ 3 കല്ല് അടുത്ത് വന്നാൽ അത് അടുപ്പായി മാറും. ഇതുപോലെ കാഴ്ചപ്പാടുള്ള, പ്രാർത്ഥനാ ജീവിതമുള്ള, ദർശനമുള്ള ദൈവത്തിൻ്റെ മക്കൾ എഴുന്നേറ്റാൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ദൈവം നിങ്ങളെ നിയോഗിക്കുന്ന സ്ഥലത്തൊക്കെ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ, അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നാം ഈ പഠനം കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അത് സമൂഹത്തിൽ നല്ല മനുഷ്യരായി ജീവിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെന്റിനും ഒരു സമാധാനമായിരിക്കും. സൊസൈറ്റിയുടെ പീസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് രാഷ്ട്രത്തിന്റെ സമാധാനമാണ്. സോ വി കോൾഡ് ബിക്കം പീസ് മേക്കേഴ്സ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ സമാധാനം നശിപ്പിക്കുന്നവരാരുടെ ആരുടെ മക്കളാണ് എന്ന് നിങ്ങൾക്ക് ഓപ്പോസിറ്റിൽ ചിന്തിക്കാവുന്നതാണ്. സോ ദൈവം നമ്മെ വിളിക്കത്തോളം മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. നാം കുറിവാക്യമായി ചിന്തിക്കുന്നത് 2-ാം അധ്യായം 20-ാം വാക്യമാണ്. അതിന് നെഹമ്യാവ് പറഞ്ഞ വാക്ക്. നെഹമ്യാവ് എന്താണ് പറഞ്ഞത്?
അവന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിച്ചു തരും. ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ് ഗോഡ്. ദൈവം എഴുന്നേൽപ്പിച്ചാൽ നമ്മളങ്ങ് എഴുന്നേറ്റോണം. ദൈവം തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേൽക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചു, ദൈവം ഉണർത്തിയവൻ ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ മാത്രമേ ദേശത്ത് ഉണർവുണ്ടാകുകയുള്ളൂ. ചില പർട്ടിക്കുലർ സമയങ്ങളിൽ ദൈവം നമ്മെ തട്ടി ഉണർത്തും. എന്തിനാ? പ്രാർത്ഥിക്കാൻ. നിങ്ങൾ തിരിഞ്ഞു കിടന്ന് മറിഞ്ഞു കിടന്നിട്ട് ഒന്നും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഓർത്തു കൊള്ളണം, ദിസ് ഇസ് ദ ടൈം ഫോർ പ്രേയർ. പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുക. ഞാൻ പറയും, ഒരിക്കലും മൂടില്ല സഹോദരങ്ങളെ. മൂഡിൽ ഉള്ള സമയത്തല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് മൂടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഹിന്ദിയിൽ പറയും ഹിയാവ് മക്സോഡു പ്രാർത്ഥനാമേ ബനേരഹു കണ്ടിന്യൂസ് ടു പ്രേ. നിങ്ങൾ മനസ്സുള്ളപ്പോഴാണോ ബ്രീത്ത് ചെയ്യുന്നത്? ശ്വാസം മുട്ടുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. അവർ ഓക്സിജൻ ഇതും കൊണ്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അറിയാമല്ലോ. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന് ഒരു ICU കയറുമ്പോൾ ഓക്സിജൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് ബില്ല് വരുന്നത് കണ്ടിട്ടില്ലേ? പ്രായം വെച്ച് കണക്ക് കൂട്ടി നോക്ക്. 1 ഹവറിന് എത്ര വലിച്ചു? ഒരു മാസത്തേക്ക് ബില്ല് എത്ര വരുന്നു? 50,000, 60,000 മുതൽ 1.5 ലക്ഷം 2 ലക്ഷം വരെ ഒരു മാസത്തേക്കുള്ള ബില്ല്. അപ്പൊ 12 മാസത്തെ ബില്ലൊന്ന് എടുത്തു നോക്കിയേ. ഗുണം നിങ്ങളുടെ ഏജ് ഒന്ന് വെച്ച് നോക്കിയേ. ഫ്രീ ആയിട്ട് ചുമ്മാ വലിച്ചുകൊണ്ട് നടക്കല്ലേ? വല്ല പേയ്മെന്റും കൊടുത്തോ? പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ദൈവം ഫ്രീ ആയിട്ട് ഇതെല്ലാം റൺ ചെയ്യിക്കുക അല്ലേ? ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു കളയരുത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലയോ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവ് പാനപാത്രവാഹനായിട്ട് ജോലി ചെയ്തിട്ട് തൻ്റെ ജോലിയിൽ നിന്ന് താനെ അവധി മേടിച്ച് യെരൂശലേമിലേക്ക് പോയി. വളരെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന്റെ വേലിയിൽ വളരെ എരിവോടെ, ശുഷ്കാന്തിയോടെ, തീഷ്ണതയോടെ, ഡേ ആൻഡ് നൈറ്റ് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സകല പ്രതികൂലങ്ങളെയും അതിജീവിപ്പാനുള്ള ദൈവകൃപ പ്രാപിച്ചുകൊണ്ടാണ് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് യെരൂശലേമിൽ എത്തിയത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ധൃതി വെക്കരുത് പല കാര്യങ്ങളും. അതുകൊണ്ട് ക്ഷമയോടിരിക്കണം. ചില ആളുകൾ ചോദിക്കും, ദൈവം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല, ദൈവം എന്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നില്ല, ദൈവം എന്താ ചെയ്യാത്തത്? സൗരങ്ങളെ വഴി വെട്ടാതൊന്നും വണ്ടി വിടാനൊന്നും നോക്കുകയല്ല. മനസ്സിലായി? നമ്മുടെ ധൃതിയല്ല ആവശ്യം. നമ്മൾ പല കാര്യങ്ങളും ന്യായീകരിച്ച് ദൈവസന്നിധി മുടന്തന്യായം വെച്ച് ദൈവത്തോട് വാദിക്കുമ്പോൾ ദൈവം പലപ്പോഴും മിണ്ടാറില്ലല്ലോ. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അസുഖമൊക്കെ മാറിക്കോളും ദൈവത്തിനറിയാം. കാര്യം നമുക്ക് ബോധമല്ല ആവശ്യം, നമുക്ക് സ്വബോധമാണ് ആവശ്യം. സ്തോത്രം. എന്താണ് നമുക്ക് ആവശ്യം? സ്വബോധം. സ്വബോധം വരുമ്പോഴാണ് തിരുത്തലുകൾക്ക് നമ്മൾ തയ്യാറാകുകയുള്ളൂ, മടങ്ങി വരവിന് തയ്യാറാകുകയുള്ളൂ, ആമേ സ്വഭാവ രൂപീകരണത്തിന് തയ്യാറാകുകയുള്ളൂ. ചില ആളുകൾ സുവിശേഷം പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്, നിനക്കൊക്കെ വേണേ ഗുണപ്പെടറ, നിനക്കൊക്കെ രക്ഷ വേണേ സ്നാനപ്പെടറ, നിനക്ക് സ്വർഗത്തിൽ പോണേ സ്നാനപ്പെട്ടാ മതിയടി. അയ്യോ, അതൊന്നും സുവിശേഷങ്ങളല്ല സഹോദരങ്ങളെ. നമ്മൾ കടിച്ചീര് സുവിശേഷം ഒന്നും പറയരുത്. മനസ്സിലായോ? അപ്പം സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിൽ ദൈവം എന്നും കൊണ്ട് ചെല്ലുമ്പോൾ ആ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഞാൻ കണ്ണൂർ മലബാർ മേഖലയിൽ 12 വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്തതാണ്. ധാരാളം ഗ്രാമങ്ങളിൽ, 95-ൽ പരം ഗ്രാമങ്ങളിൽ ഞങ്ങൾ സന്ദർശിപ്പാനിടയായിത്തീർന്നു. ആ കാലത്തൊന്നും വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം, ഞാൻ പോയി 20 രൂപയും കൊണ്ട് ഇവിടുത്തെ 2ാമത്തെ മകനെ എൻ്റെ വൈഫ് പ്രസവിച്ചതിൻ്റെ 20ാമത്തെ ദിവസം സയൺ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന അവിടെ ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു റെവലേഷനാണ് അവിടെ പോകാനായിട്ട്. പ്രൈസ് ലോർഡ്. ഒരു വിദ്യാർത്ഥി പറഞ്ഞു, സാറേ ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ, പെന്തക്കോസ്തിന്റെ വേലയില്ല, സാർ വന്നൊരു പ്രവർത്തനം തുടങ്ങാം. ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാം, ദൈവം അയച്ചാൽ വരാം. അപ്പോൾ അത് പറയാൻ കാരണം, ഇവാഞ്ചലിസം എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു സഭയുടെ ചാർജ് എടുക്കാതെ ഒരു പൈനിയർ പ്ലേസ് എടുക്കണം. ഒരു പ്രവർത്തനങ്ങളും സുവിശേഷം നടന്നിട്ടില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പോയി കർത്താവിന്റെ വേല ആരംഭിക്കണം. അങ്ങനെ പുതിയ അൺറീച്ച്ഡ് പ്ലേസിൽ പോയി വേല ആരംഭിച്ചാൽ ഞാനും വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ജെയ്സൺ തോമസ് എന്ന് പറയുന്ന ഒരു പൈതൽ പറയുന്നത്, സാറേ ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങളില്ല, സാർ വന്നൊന്ന് തുടങ്ങാമോ? അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന ആരംഭിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ 3 days ഫാസ്റ്റ് ചെയ്യണം. എന്തിനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല ദൈവാത്മാവ്.
ചില കാര്യങ്ങളൊക്കെ കർത്താവ് അങ്ങനെ ചിലത് മറച്ചു വെക്കും, നമ്മളെ ഇരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ആ 3 ദിവസവും പ്രാർത്ഥിച്ച ആ ദേശത്തിന് വേണ്ടിയാണ്. 3-ാമത്തെ ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ നിലവിലുള്ള നിന്റെ പദവി രാജിവെച്ചിട്ട് നീ നേരെ ആ ദേശത്തേക്ക് പോകാം. അപ്പൊ ഞാൻ അങ്ങനെ റെസിഗ്നേഷൻ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം കാനവച്ചനാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, അച്ചോ ഞാനേ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ, ഞാൻ പോവാം. ഷാജി എന്തുവായി കാണിക്കുന്നേ? എല്ലാവരും ഒരു കസേരയ്ക്ക് വേണ്ടിയല്ലയോ ആഗ്രഹിക്കുന്നത്, ഷാജി ഇതും കളഞ്ഞേച്ച് പോവാം. ഞാൻ പറഞ്ഞ, അച്ഛാ ഇന്ന് വരെയും കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇനി നാളെ മുതൽ ഇവിടെ എൻ്റെ ഈ കസേരയിൽ ദൈവത്തിന്റെ പ്രസൻസ് എനിക്കില്ല, അതുകൊണ്ട് കർത്താവ് അയക്കുന്നിടത്തേക്ക് ഞാൻ പോവുക. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ്, അവിടെ ജനങ്ങളുണ്ട്. അപ്പോൾ ആരാ പുറകിലുള്ളത്? ഞാൻ പറഞ്ഞു, കർത്താവാ പുറകിലുള്ളത്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, അബ്രാമിനെ പോലെ അങ്ങ് പോവാന്നോ? ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ വിളി വ്യക്തമാ, അതുകൊണ്ട് ഞാൻ പോവാം. അങ്ങനെ ആ ദേശത്ത് പോകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 5 കിലോ അരിയും മേടിച്ച് 100 രൂപ എൻ്റെ വൈഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 20 രൂപയാണ്, 20 റുപ്പീസ്. സ്തോത്രം. ഒരു വെട്ടി ട്രാക്റ്റും കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ധാരാളം സ്ഥലങ്ങളിൽ നിരന്തര യാത്രകൾ ചെയ്ത് ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തു. ഞാൻ ആരെയും തിരക്കി പോവുകയോ ആരോടും പണം ചോദിക്കുകയോ ഒരു സ്പോൺസറിനെ അന്വേഷിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. പക്ഷെ എന്നെ അന്വേഷിച്ച് ദൈവം പലരെ എഴുന്നേൽപ്പിച്ച് വരാനിടയായി തോന്നും. സ്തോത്രം. ഇന്ന് പല സ്ഥലങ്ങളിലും മനോഹരമായ ആലയങ്ങളുണ്ട്. കാഞ്ഞിരക്കുലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാലയം, സ്ഥലം മേടിച്ച ആലയം പണിതു. മണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം മേടിച്ച ആലയം പണിതു. ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം മേടിച്ച ആലയം പണിതു. ഇപ്പോൾ ഇരിട്ടിയിൽ ആലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കൃതദാസന്മാർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തവിഞ്ഞാല്, അതുപോലെ മാനന്തവാടി, ഈ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ധാരാളം നടന്നു. പാപ്പച്ചൻ ഒഴുമണിൽ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവൻ എന്നെ അന്വേഷിച്ചു വരുവാനിടയായി തീർന്നു. തൻ്റെ കുടുംബവും മറ്റു ചില സഹോദരങ്ങളുടെയും സഹായത്താൽ നിരവധി വേലക്കാരെ വാർത്തെടുക്കാനും അനേക ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെടാനും കർത്താവ് എന്നോട് 10 വർഷമാണ് പറഞ്ഞത്. അവിടെ 12 വർഷത്തോളം ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കിഡ്നിക്ക് പ്രശ്നമായി. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഒരു കിഡ്നിയാണുള്ളത്. അപ്പൊ അത് പ്രയാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് യാത്രകളും മറ്റും പ്രയാസമായി. അങ്ങനെ ഇപ്പോൾ അവിടെ കൂടെ ശിഷ്യന്മാരായി വർക്ക് ചെയ്തവരൊക്കെ ഡിസ്ട്രിക്റ്റിന്റെ ചുമതലകളിലും അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ധാരാളം ആത്മാക്കളെയൊക്കെ പിന്നീട് ലഭിക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നിയോഗത്താൽ തുടങ്ങുന്നതൊന്നും അത് നഷ്ടമാകുകയില്ല, അതൊരിക്കലും അത് പരാജയമാകി മാറുകയില്ല. ഭക്ഷണമില്ലാതിരുന്ന സമയങ്ങളുണ്ട്. ഒരു പറങ്കിപ്പഴം മാത്രം ഞങ്ങളും കുടുംബം മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട്. ഒരു പേരയ്ക്ക മാത്രം ഞങ്ങൾക്ക് കിട്ടിയ ദിവസമുണ്ട്. പട്ടി കടിച്ചിട്ട ചക്കപ്പഴം കുഞ്ഞുങ്ങൾ തിന്ന സമയങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലും ദൈവം അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ അനേക ആത്മാക്കളെ ദൈവം നൽകി തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിഷൻ അനുസരിച്ച്, നിങ്ങൾക്ക് നൽകുന്ന നിയോഗം അനുസരിച്ച് ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കും. കർത്താവേ, ഈ എൻഡ് ടൈമിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മിഷൻ ഫീൽഡ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ഏത് ഓർഗനൈസേഷനിൽ വേണമെന്നോ എവിടെ വേണമെന്നോ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് പോയി കണ്ടെത്താൻ കഴിയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പൈസ അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാതെ, കാരണം എല്ലാ വർഷവും നിങ്ങൾ ആ മിഷൻ ഫീൽഡിൽ പോകണം. നിയറസ്റ്റ് പ്ലേസ് മതി. എവിടെയാണ് നിങ്ങൾ ബൈ ഫെയ്ത്ത് അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട്, നിങ്ങളുടെ ഇമെയിൽ ID അയച്ചതാ, ഞാൻ നിങ്ങൾക്ക് ട്രാക്ട് ഡിസൈൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇച്ചിരി സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്, കാരണം എനിക്ക് ഹെവി ആയിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പോൾ അത് നിങ്ങളത് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ മക്കളെയും കൂട്ടി നിങ്ങൾ പാർക്കുകളിൽ പോകുക. ഒരു ചെറിയ സ്പീക്കർ മേടിക്കുക, ഒരു 50 പേർക്കോ ഒക്കെ കേൾക്കാൻ പറ്റുന്ന പെൻഡ്രൈവ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതായ JBLന്റെ ഒക്കെ ബോക്സ് കിട്ടും. നമ്മൾ ധാരാളം സാധനങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനുള്ളതായ ഓഡിയോസുകൾ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ത്രൂ അത് ഷെയർ ചെയ്യാം,
നിങ്ങൾക്ക് ട്രാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പാർക്കുകളിൽ കുറച്ച് ട്രാക്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ നിയമം എങ്ങനെയാണ് ആ രാജ്യത്ത് അനുകൂലമായിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ വൈഡ് റേഞ്ചിൽ റീച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് അവസരം കിട്ടി. എനിക്ക് ഹംബ്ലി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ടൈം ഈസ് പ്രഷ്യസ്, സോ യൂസ് ഇറ്റ് ഗ്രേഷ്യസ്ലി. ഇത് ദുഷ്കാലമാകെയാണ്, ആകയാൽ സമയം തക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. സ്തോത്രം. ദൈവം നെഹമ്യാവിനോട് അരുളി ചെയ്തതിനനുസരിച്ച് അല്ലബാ നെഹമ്യാവിന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ താനെ പോയി യെരുശലേമിൽ ജോലി ചെയ്തു. സ്തോത്രം. 52 ദിവസം കൊണ്ട് മതിൽ പണി തീർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഓക്കെ, ആ മതിൽ പണി തീരുന്നതിന് മുമ്പ് ദൈവം തന്നെ അവിടെ ഗവർണറായിട്ട് നിയമിക്കുന്നു. അർത്തഷ്ടാ രാജാവ് അദ്ദേഹത്തെ ഗവർണറായി നിയമിക്കുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പദവി താൻ പ്രതീക്ഷിച്ചില്ല. നോക്കിക്കേ, കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾ എവിടെ വരെ ഉയരങ്ങളിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നത് ദൈവം മാത്രമാ സഹോദരങ്ങളെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാം ദൈവത്തിന് എന്താ അങ്ങോട്ട് കൊടുക്കുന്നേ അതാ ഇങ്ങോട്ട് കിട്ടുന്നത്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചതിന്റെ ഏക ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും നിങ്ങൾ പിറുവിറുക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട 5 പാപങ്ങൾ നിമിത്തമാണ്. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സൗരന്മാരെയും നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവര് സമുദ്രത്തിലൂടെയും ഒക്കെ അവര് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ ചിലർ ദുർമോഹികളായി, അതേ ദ്രവ്യാഗ്രഹികളായി, അവർ പരസംഗം ചെയ്തു, അവർ പിറുപിറുത്തു. നോക്കുക, അവർ വിഗ്രഹാരാധികളായി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന ഈ പാപങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു പെറുവിറുപ്പ്. നമ്മൾ ഏതെല്ലാ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കും, പിന്നെ വീട്ടിൽ വന്നേച്ച് ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നേച്ച് തലയ്ക്കകത്ത് താടിക്ക് ഇങ്ങനെ കയ്യും കൊടുത്ത് സ്ഥിരയിരിക്കാറില്ലയോ? ദൈവമേ ദൈവമേ ദൈവമേ. അതെ. അപ്പോൾ പിറുവിറുപ്പിന്റെ സ്ഥാനത്ത് ഇന്നലെ നടത്തിയ വിധങ്ങളെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. ആ ഏറിയയിലൊന്നും പിന്നെ നിങ്ങളുടെ പ്രതിയോഗി നിൽക്കത്തില്ല. സ്തോത്രം. കാരണം നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന് സ്തുതി വരത്തുള്ളൂ. അപ്പൊ ഇത് കാര്യം തിരിച്ചറിയണം. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് റെക്കോർഡ് ദൈവത്തിന്റെ കയ്യിൽ കാണും. കറക്റ്റ് റെക്കോർഡ് ദൈവത്തിന്റെ കയ്യിൽ കാണും. ഒരിക്കൽ സോർ അല്ലെങ്കിൽ ഇന്നത്തെ ലെബാനോൻ, ആ സ്ഥലത്ത് ദൈവം തമ്പുരാന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം നെബൂഖദ്നേസറിനെയും ടീമിനെ അയച്ചു. നിങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ തമ്പുരാൻ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യെഹെസ്കേലിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. എന്താണ് അരുളി ചെയ്യുന്നത്? 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ സോരിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു. എല്ലാ തലയും സോരിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു. അടുത്തത്, എല്ലാ തലയും കഷണ്ടിയായി എന്ന് പറഞ്ഞാൽ ചുമട് ചുമന്ന് തലയിൽ രോമം എല്ലാം പൊഴിഞ്ഞു പോയി. അടുത്തത്, എല്ലാ ചുമലും തോലുരിഞ്ഞു പോയി. അപ്പോൾ തോളിലെടുക്കടുത്ത് എന്ത് ചെയ്തു? അവിടെയെല്ലാം. ഇത് ആരും അങ്ങോട്ട് പറഞ്ഞല്ല, ദൈവം കണ്ട കാര്യമാണ്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? എങ്കിലും സോരിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല. നോക്കിക്കേ, അതുകൊണ്ട് ജോലി ചെയ്തു, പക്ഷെ എന്ത് കിട്ടിയില്ല? പ്രതിഫലം കിട്ടിയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അടുത്ത താഴോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് യോഗ്യനാണല്ലേ? വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. പ്രാർത്ഥിച്ചാൽ പ്രതിഫലം ഉണ്ടെന്ന് നിങ്ങൾ വായിച്ചില്ലേ? കർത്താവിന്റെ വനത്തിൽ ഉപവസിച്ചാൽ പ്രതിഫലം ഉണ്ടെന്ന് വായിച്ചില്ലേ? ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്തൊക്കെ എനിക്ക് ചെയ്താകുന്നെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ചുമ്മാ വാക്യങ്ങളല്ല സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ വാക്ക്, ദൈവത്തിന്റെ ലോ ബുക്കിനകത്തുള്ള കാര്യങ്ങളായത്. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? അവന് പ്രതിഫലമൊന്നും കിട്ടിയില്ല, അവന്റെ സൈന്യത്തിനും പ്രതിഫലം കിട്ടിയില്ല.
അപ്പോൾ തമ്പുരാൻ പറയുകയാണ്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ, ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്ത് എടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. ആ, അത് അവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. അതവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. അടുത്തത്, ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അടുത്തത് അവൻ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോക്കിക്കേ, നിങ്ങൾ വരയിടണം അത് കേട്ടോ. ഞാൻ പ്രതിഫലം കൊടുക്കും, കാരണം അവൻ എനിക്കായിട്ടാണ് പ്രവർത്തിച്ചത്. Praise God. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി മിഷണറി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, എവിടെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ മക്കൾക്ക് നൽകും, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നൽകും. നിങ്ങൾക്കറിയാമല്ലോ, വിദ്യാഭ്യാസവും പഠിത്തവും ഒന്നുമില്ലാതിരുന്ന ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ ദൈവം പേർചൊല്ലി വിളിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 31-ാം അധ്യായ പുറപ്പാട് പുസ്തകത്തിൽ 6 വിധ സ്കില്ലുകൾ കൊണ്ട് അവന്റെ ബ്രെയിനെ ദൈവം നിറച്ചു. അവന് വിശേഷമായ ദിവ്യാത്മാവിനാൽ കഴിവും പ്രാപ്തിയും അറിവും നിപുണതയും കൊടുത്തു. എന്നിട്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? രത്നങ്ങൾ വെട്ടിപ്പതിപ്പിക്കുവാനും പൊന്ന് വെള്ളി താമ്രം ഇവയാൽ പണിയാനും കൊത്തുപണികൾ ചെയ്യുവാനും പണികൾ സങ്കല്പിച്ച് ചെയ്യുവാനും ഇതെല്ലാം ദൈവം കൊടുത്തു. ഇതൊന്നും അറിയാത്തൊരു പൈതല്ല. അതുകൊണ്ട് പ്രാപ്തിയില്ലാത്തതോ ബുദ്ധിക്ക് വികസനമില്ലെന്ന് തോന്നുന്നതോ മന്ദബുദ്ധി എന്ന് വരെ എഴുതി തള്ളിയ സ്തോത്രം ആളുകൾ ഉണ്ട്. ഞാൻ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല. ഒരു ലീഡർ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ നിന്ന് കേട്ടത്, കണക്കറിയാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ അധ്യാപകൻ പല പ്രാവശ്യം അധ്യാപകന്റെ പഠിപ്പിക്കുന്ന ടേബിളിന്റെ കീഴിൽ കുനിച്ചു നിർത്തി എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് ആയിരക്കണക്കിന് മിഷണറിമാർ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് മാത്രമല്ല, നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കോളേജുകൾ, സ്കൂളുകൾ, ലോ കോളേജുകൾ ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, ആ സാറിനെ ഇപ്പോഴും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യർ വിധിയെഴുതി തള്ളിക്കളഞ്ഞ എത്രയോ കുഞ്ഞുങ്ങളെ ദൈവം മഹാന്മാരാക്കി മാറ്റിയിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെക്കുറിച്ചോ നിങ്ങളുടെ കൊച്ചുമക്കളെക്കുറിച്ചോ നിങ്ങൾ ഒരിക്കലും വറിയാകാതെ കിട്ടുന്ന സമയമൊക്കെ കൊച്ചുമക്കളെയൊക്കെ അടുക്ക വിളിച്ചിരുത്തി അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അവരിൽ കുസൃതി കണ്ടെന്ന് വരും, അവരിൽ നിങ്ങൾക്ക് പിടിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരും, ചിലപ്പോൾ നിങ്ങളെ ചവിട്ടിയെന്ന് വരും, തൊഴിച്ചെന്ന് വരും, മുതുകത്തിട്ട് ഇടിച്ചെന്ന് വരും. അപ്പോൾ അന്നേരം ഒന്നും നിങ്ങൾ ശപിക്കരുത്. അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ പലതും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ സ്നേഹത്തോടും സൗമ്യമായും നിങ്ങൾ ചെറിയ വടി എടുത്താൽ അവർ കുറുടിയും കൊണ്ട് വരുന്ന കാലമായത്. അതുകൊണ്ട് അവരെ സ്നേഹത്തോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലുണ്ടാകും. അവർ മിസ്റ്റേക്കുകൾ കാണിക്കുമ്പോൾ അത് അവരോട് നിന്നെ യേശുപ്പച്ചനെ അടിച്ചു കൊല്ലൂ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കൊല്ലുന്ന ഒരു യേശുപ്പച്ചനെ അവർക്ക് വേണ്ട. സ്തോത്രം. ഇടാ നിന്നെ ദൈവം തട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്ന ദൈവത്തെ അവർക്ക് വേണ്ട. മറിച്ച് അവരോട് യു ടോക്ക് വിത്ത് എ സിമ്പതിക്കൽ ടു ടോക്ക്. നിങ്ങൾ അവരോട് അനുകമ്പയോട് സംസാരിക്കണം. മക്കളെ, യേശുപ്പച്ചൻ അത് മക്കളെ ചെയ്യുമ്പോൾ യേശുപ്പച്ചൻ അത് സങ്കടമാ എന്ന് പറയുമ്പോൾ അവർക്കൊരു കമ്പാഷൻ, അയ്യോ യേശുപ്പച്ചന് അത് വിഷമമാണ്, എന്നാ ചെയ്യേണ്ട. അതുകൊണ്ട് മക്കളെ കോപിപ്പിക്കരുത് എന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കോപം ജനറേറ്റ് ചെയ്യാനുള്ള വാശിയും വൈരാഗ്യങ്ങളും ഒന്നും ഉണ്ടാക്കാതെ ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗത്തിൽ കഴിയുന്നത് പോലെ അവർ ജീവിക്കാൻ അനുവദിക്കണം. റിബല്യസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ ദൈവത്തിനെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹൈപ്പർ കൂടുതലുള്ള കുഞ്ഞുങ്ങളുണ്ട്, മുട്ടായിയൊക്കെ കുറച്ച് കൊടുക്കുക. അതുകൊണ്ട് പല കാര്യങ്ങളിലും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതേ ഉള്ളൂ. 8-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം 3-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ആയിരുന്നല്ലോ സംസാരിച്ചത്. അവിടെ നമ്മൾ ഏകദേശം ഇപ്പോൾ 6 ക്ലാസ്സുകളോളം ഈ വാക്യത്തെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുക ഇത് എപ്പോഴാ ഇങ്ങനെ ഈ ദൈവദാസനെ തീർക്കുന്ന എപ്പോഴാന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന വൃത്തിയായിട്ട് അങ്ങ് പോകുന്നതല്ലേ നല്ലത്, ആണോ? റൈറ്റ്?
എന്താ പറയുന്നത് നിങ്ങള്? അതെ പാസ്റ്റർ, അതെ പാസ്റ്റർ. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞിരിക്കും എന്നെനിക്ക് നിശ്ചയമായ ഉറപ്പുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു, സർവ്വജനവും അത് ശ്രദ്ധിച്ചു കേട്ടു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഞങ്ങൾ മിക്കവാറും ഓഡിയോ ബൈബിൾ ഇടാറുണ്ട്. ഇപ്പൊ ഈ 2 മാസം കൊണ്ട് ഇപ്പൊ ജെനസിസ് ടു റെവലേഷൻ ഇപ്പൊ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡിയോ ബൈബിൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കുറഞ്ഞ മൊബൈൽ ആണെങ്കിലും മേടിച്ച് വെക്കുകയോ, അല്ലെങ്കിൽ ചെറിയൊരു സ്പീക്കർ മേടിച്ച് കണക്ട് ചെയ്യുകയോ ചെയ്ത് വോളിയം ഒരു മീഡിയം വോളിയത്തിൽ വെച്ച് നിങ്ങൾക്കൊരു കോൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടണം. ആ ഒരു വോളിയത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ കഴിയുന്നത്ര സമയങ്ങളിലൊക്കെ ആ ഓഡിയോ ബൈബിൾ ഇടുക. ഇട്ടാൽ ആ ഒരു ദൈവവചനത്തിന്റെ ആ സാന്നിധ്യവും ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ അത് നിരന്തരമായി ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ വായിക്കുന്ന വൃദ്ധനായ എസ്രാ ശാസ്ത്രി പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ട് അവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ 5ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എസ്ര സകല ജനവും കാൺകെ പുസ്തകം വിടർത്തി, അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. നോക്കുക, ജനം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ അവിടെ നമ്മൾ കാണുന്നത് പുസ്തകം പരസ്യമായി വിടർത്തി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ടാബ് എടുത്ത് കാണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ എത്ര വില കൂടിയ മൊബൈലും അതിനകത്ത് ബൈബിൾ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, അതിനകത്ത് എനിക്കൊന്നും കംപ്ലൈന്റ് ഇല്ല, നല്ല കാര്യം. പക്ഷേ നമ്മൾ എടുക്കേണ്ടത് എന്ത് ചെയ്യണം? എടുക്കണം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുന്നത് ഒരു ഭാരമായിട്ട് വേണ്ട, നിങ്ങൾ എടുക്കണം. ഇത് ദൈവത്തിന്റെ പുസ്തകമാണല്ലോ. നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു മാനുവലാണിത്, ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് എടുക്കും. മമ്മി ഏത് വായിച്ചാലും ബൈബിളല്ലേ വേണ്ടിയെന്ന് കുഞ്ഞുങ്ങൾ മുടന്ന ന്യായങ്ങളൊക്കെ പറയും. അങ്ങനെയല്ല, അവരോട് പറയണം, മക്കളെ ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്, ഇതെടുത്താൽ നമുക്കതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇത് അവരെ കൊണ്ട് എടുപ്പിക്കുകയും, ഇല്ലെങ്കിൽ പിൽക്കാലം വരുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേദപുസ്തകം എന്താണെന്ന് തിരിച്ചറിയാതെ വരും. നിങ്ങൾക്കറിയാമോ, ട്രംപ് ജയിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ മാസം അമേരിക്കയിൽ വിറ്റ ബൈബിളിന്റെ എണ്ണം അത് 13.5 മില്യൺ ആണ്. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി 35 ലക്ഷം, 1.35 ലക്ഷം ബൈബിളാണ് അവിടെ ഈ ലാസ്റ്റ് മന്ത് വിൽപ്പാനിടയായി തീർന്നത്. കാരണം എല്ലാ വീടുകളിലും ദൈവത്തിന്റെ വചനം വേണമെന്നൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിക്കഴിഞ്ഞപ്പോൾ 1.35 ലക്ഷം ബൈബിളാണ് വിറ്റഴിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നിങ്ങൾ ഭവനത്തിൽ ഇരിക്കുമ്പോൾ എത്ര സമയം ഇല്ലെന്ന് പറഞ്ഞാലും ദൈവത്തെ ആരാധിക്കുവാനും തിരുവചനം വായിക്കുവാനും നിങ്ങൾ സമയം നിർബന്ധമായി കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും, എന്ത് നേടിയാലും, എന്ത് ചരിച്ചാലും എല്ലാം ഒടുവിൽ വേസ്റ്റ് ആയിപ്പോകും. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് അതാണ്. അവരെ ദൈവം ആരാധിപ്പാനാണ് വിളിച്ചതും അവർക്ക് അതിനായിട്ടാണ് എല്ലാ ബ്ലെസ്സിങ്ങും കൊടുത്തത്. മിസ്രയീം വിട്ടത് എന്തിനാണ്? കാട തിന്നാനും മന്ന തിന്നാനും മേഘത്തിന് കീഴിൽ ഇരിക്കാനും മാത്രമാണോ? അല്ല, പിന്നെ ദൈവത്തെ ആരാധിക്കാനാണ്. അപ്പൊ ആ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന് ആഹാരം കൊടുക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവന്റെ തലമുറയ്ക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാതെ ഭക്തിയുടെ പേര് പറഞ്ഞ് കുളിക്കാതെയും നനയ്ക്കാതെയും കൂട്ടായ്മ ആചരിക്കാതെയും പോകുന്നതല്ല. നമ്മുടെ ദൈവം വൃത്തിയുള്ള ദൈവം. അതുകൊണ്ട് ശരീരശുദ്ധി ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. നോക്കുക, അപ്പോൾ ദൈവവചനം അതേ പുസ്തകം വിടർത്തി. നോക്കുക,
അപ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എന്താ ഇവിടെ കാണുന്നത്? ദ പീപ്പിൾ റെസ്പെക്ടിങ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം പഠിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതും അനുസരിക്കുന്നതുമായ ദൈവവചനത്തോട് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഇത് വിശുദ്ധ ഗ്രന്ഥമായതുകൊണ്ട് നമ്മൾ വസ്ത്രം മാറുന്ന സ്ഥലത്തൊന്നും ഈ പുസ്തകം വയ്ക്കരുത്. അതിനൊരു പരിപാവനമായ സ്ഥലത്ത് നമ്മളത് മാറ്റി സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നിടത്തൊന്നും വേദവസ്തു എടുത്ത് വെക്കരുത്. അപ്പൊ എല്ലാ മേഖലയിലും നമ്മൾ അതിനോടൊരു ബഹുമാനവും ആദരവും ഒക്കെ നമുക്കുണ്ടായിരിക്കണം. കാരണം ഇത് മഹാദൈവത്തിന്റെ പുസ്തകമാണ്. വെള്ളപ്പേപ്പറിൽ കറുത്ത മഷിയായിട്ട് കാണുന്നവർക്ക് അങ്ങനെ പറ്റൂ. പക്ഷേ ഇതിന്റെ മഹത്വവും ഇതിന്റെ മാധുര്യവും ഇതിന്റെ ടേസ്റ്റും ഒക്കെ അനുഭവിച്ച ആളുകൾക്ക് ആമേൻ അതിന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അപ്പോൾ അതിനെ ബഹുമാനിച്ചു. ഇന്ന് സഭകളിൽ പല സ്ഥലത്തും കോമഡിയല്ലേ കേൾക്കുന്നത്? ആര് ചന്തയിലെ കാര്യങ്ങളോ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയും 15 മിനിറ്റ് കാണും. പിന്നെ ഗസ്റ്റുകളാണ്, അവരുടെ പാരാദൂരങ്ങളെല്ലാം കേൾക്കാൻ അതിന്റെ കുറെ സമയം. ഞായറാഴ്ച വരുമ്പത്തേനും ഒന്നും ജനത്തിന് കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ ആ സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞ മാതിരി ആളുകളെ പോളിഷ് ചെയ്ത് എങ്ങനെയും ഒക്കെ തട്ടിപ്പൊത്തി ആളുകളെ നിർത്താനുള്ള സംവിധാനങ്ങളും പിന്നെ അതിനുള്ള ഡ്രാമ പാട്ടുകളും ഒക്കെ അല്ലേ നമ്മളിന്ന് പലയിടത്തും കണ്ടുവരുന്നത്. അങ്ങനെയല്ല സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. നിങ്ങളുടെ കൂട്ടായ്മകളിൽ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ അത് ദൈവത്തിന്റെ കൂട്ടായ്മയാകുന്നുള്ളൂ. കീബോർഡ് ഇടുമ്പോൾ ഹ്യൂമൻ കോറസ് ഇടുന്നതല്ല ദൈവ സാന്നിധ്യം എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അതിമഹത്തായ ആ ദിവ്യ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മള് സിസ്റ്റർ ആൻസി പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പിന്നെ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കുറെ നേരം നമ്മൾ ഏകദേശം ഒരു 10-25 മിനിറ്റോളം നമ്മൾ ആത്മനിറവിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് ഇതാണ്: wherever you go, to reveal the presence of God, be under the anointing of the Holy Spirit. നിങ്ങൾ എവിടെ പോയാലും, നിങ്ങളൊരു ഭവനം സന്ദർശിച്ചാൽ, ആ ദൈവദാസി വന്നിട്ട് പോയി എന്ന് പറയണം. ഒരു പിശാച് വന്നിട്ട് പോയെന്ന് പറയരുത്. മനസ്സിലായ? സ്തോത്രം. ഒരു ദൈവദാസന് ഒരു വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് പോയാൽ ഒരു മഹാപിശാച് ഇവിടെ വന്നിട്ട് പോയി എന്ന് പറയാൻ ഇടവരരുത്. സ്തോത്രം. സാധു സുന്ദര സിംഗ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവൻ ലോകപ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ആൻഡമാൻസിൽ വെച്ച് ഞാൻ സാധു സുന്ദര സിംഗിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു അമ്മച്ചിയെ കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ സാധു സുന്ദർ സിംഗ് ഒരു വീട് സന്ദർശിപ്പാനായിട്ട് ചെന്ന് ഒരിടത്ത് പ്രസംഗത്തിനായി ചെന്നപ്പോൾ വിശ്രമിച്ച വീടായിരുന്നു. അവൻ 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു അദ്ദേഹം. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ സാധു സുന്ദര സിംഗിന്റെ മുറി തുറന്നു നോക്കുമ്പോൾ മുട്ടുമേലിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വർത്താനം പറയാൻ പറ്റിയില്ല. പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോയി. 2ാമത്തെ ദിവസവും കുഞ്ഞുങ്ങൾ വന്നു. സാധു സുന്ദര സിംഗിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അന്നേരവും അദ്ദേഹം മുഴങ്കാലിൽ അവിടെ ഇരിക്കുക കാണുന്നു. അപ്പൊ നീ നാളെ കാണാൻ വിചാരിച്ചു. 3ാമത്തെ ദിവസം വന്നപ്പോൾ സാധു സുന്ദർ സിംഗ് അവിടെ ഇല്ല. സ്തോത്രം. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞേച്ച് ചോദിച്ചു, മമ്മി, യേശു അപ്പച്ചൻ എവിടെ പോയി? സ്തോത്രം. ഈ 2 ദിവസം യേശു അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ യേശു അപ്പച്ചൻ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ കരഞ്ഞ സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്താണ്? കുഞ്ഞുങ്ങൾ സംസാരിച്ചില്ല. ആമേൻ. ശരിക്ക് കണ്ടില്ല. പക്ഷേ ആ മുഴങ്കാൽ മടക്കിയ ആ മനുഷ്യനിൽ നിന്നും ആ വീട്ടിനുള്ളിൽ പ്രസരിച്ചതായ ദൈവത്തിന്റെ പ്രസൻസ് ആണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് കൂടുതൽ ദൈവകൃപ അനുഭവിപ്പാനിടയായി തീർന്നു. ഞാൻ താഴ്മയോടെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ഫെലോഷിപ്പിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ലെറ്റ് ദ പീപ്പിൾ ഫീൽ ദ പീസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ, ആമേൻ, അവരുടെ ഹൃദയത്തിനൊരു തണുപ്പ് കിട്ടട്ടെ. ബ്രോക്കൺ ഹാർട്ടുകൾക്കുള്ള ഒരു ബാമായി നിങ്ങളുടെ ശബ്ദം തീരട്ടെ. നിങ്ങളുടെ പ്രസൻസ് ഒരു ഇടർച്ച ഉണ്ടാക്കാനോ, സഭ പിളർത്തുവാനോ, ഗ്രൂപ്പിസം ഉണ്ടാക്കാനോ, രാഷ്ട്രീയം കാണിക്കാനോ, പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് ആമീൻ പറയാനോ, അതേ വ്യക്തി താല്പര്യങ്ങളെയൊക്കെ ആത്മീയവൽക്കരിച്ച്
അതിനകത്തൊരു രാഷ്ട്രീയാത്മാവ് ഉണ്ടാക്കാനോ ശ്രമം നടത്തുന്നവരെയൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറി നിങ്ങളുടെ ദൈവകൃപ ചോർന്നു പോകാതെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് വിശുദ്ധിയോട് വിശ്വസ്തയോട് ദൈവഭക്തിയോട് ജീവിപ്പാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ ക്ലാസ്സുകളിൽ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. ഇവിടെ ദൈവവചനത്തെ റെസ്പെക്ട് ചെയ്യുന്നു. സ്തോത്രം. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും അടുത്ത സഹോദരിമാരെ ഇങ്ങനെ ചൂണ്ടി ചെവിക്കകത്തൊരു മന്ത്രണം നടത്താൻ പോകരുത്. കമന്റുകൾ പാസ്സാക്കരുത്. സ്തോത്രം. അന്നേരം ഒരിക്കലും നിന്റെ മൊബൈൽ എടുത്ത ആളുകൾക്ക് ചാറ്റ് ചെയ്യാൻ പോകരുത്. അന്നേരം വചന ശുശ്രൂഷ ആലയത്തിൽ നടക്കുമ്പോൾ കോൾ എടുക്കാനായിട്ട് ഫോണും കൊണ്ട് വെളിയിൽ ഇറങ്ങരുത്. നിങ്ങൾ ചർച്ചിൽ എൻ്റർ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് യുവർ ഫോൺ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവിടെ നിങ്ങൾ ദൈവവചനവുമായി മുന്നോട്ട് പോകുക. സ്തോത്രം. ബാക്കി കമ്മ്യൂണിക്കേഷൻ എല്ലാം ആശീർവാദം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിങ്ങുകളിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമോ? ചെയ്യത്തില്ല. സ്തോത്രം. ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഹൈ ഒഫീഷ്യൽസിനെ കാണാൻ വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മളത് വെളിയിൽ നിൽക്കുമ്പോഴേ പേടിച്ചത് ഒന്നീ സൈലന്റിൽ ഇടുക, അല്ലെ ഓഫ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു മനുഷ്യന്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ തസ്തികയെ കുറിച്ചുള്ളതാണ്. ഇത്ര നിസ്സാരമായൊരു മനുഷ്യന്റെ വാക്ക് നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ടല്ലോ, അപ്പനാണെങ്കിൽ എന്നോടുള്ള ആദരവ് എവിടെയാണ്? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? സ്തോത്രം. അതുകൊണ്ട് ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ വിസ്ഡം ഓഫ് നോളജ് നമ്മൾ വായിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവവചനത്തെ ബഹുമാനിപ്പാനിടയായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതെ, ഇനി അതിന്റെ 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എസ്രാ ശാസ്ത്രിയോട് ഒരുമിച്ച് ഒരു കൂട്ടം ആളുകൾ ന്യായപ്രമാണത്തിന്റെ പൊരുളുകളെ തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ എസ്രാ ശാസ്ത്രി കിട്ടിയ സമയമൊക്കെയും ഇതുപോലെ ദൈവവചനം ആളുകളെ പഠിപ്പിക്കുകയും അവരെ ഗ്രഹിപ്പിക്കുകയും അവരെ അതിൻ്റെ അർത്ഥങ്ങളും മർമ്മങ്ങളും ആ ദൈവത്തിന്റെ പ്രമാണങ്ങളും ഒക്കെ ശരിയായ നിലയിൽ പഠിപ്പിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇനി 7ന്റെ അവസാനം കാണുന്നത് എന്താണ്? കുറെ പേരുടെ പേരുകൾ എടുത്തിട്ട് പറയുകയാണ്, ജനത്തിന് ന്യായപ്രമാണത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. അപ്പോൾ പൊരുൾ എന്തായി? അവർക്ക് പൊരുൾ തിരിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ അരികിൽ ഒരാളെ കിട്ടിയാൽ, ദൈവത്തിന്റെ വചനം പങ്കുവെക്കാൻ അവസരം കിട്ടുമ്പോൾ ഇത് പൊരുൾ തിരിച്ചു കൊടുക്കണം. വിളക്കുടി മത്തായിച്ചൻ എന്ന് പറയുന്ന അപ്പച്ചനെ കാണാനായിട്ട് ഒരിക്കൽ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ എനിക്ക് അപ്പച്ചൻ്റെ കൂടെ അങ്ങ് താമസിക്കണമെന്ന് വെപ്രാളം. എനിക്ക് അന്ന് മീറ്റിങ്ങും വെള്ളിവക്കത്തുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടുപോയ പാസ്റ്റർ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഇന്ന് ജനം കൂടും, അതുകൊണ്ട് പാസ്റ്റർ വരാതിരുന്ന പ്രയാസമായി. അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് പിരിയാൻ വയ്യ. കേട്ടിട്ടേ ഉള്ളൂ. വലിയ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു വിളക്കുടി മത്തായപ്പച്ചൻ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മക്കളെ, ഇന്ന് എന്നാ പിന്നെ യോഗത്തിന് പോയി പ്രസംഗിക്കേ, നാളെ നമുക്ക് ഒരുമിച്ച് ഇവിടെ പാർക്കാം. അപ്പച്ചന്റെ ദേഹം മുഴുവൻ കരടി രോമം പോലെ വെളുവിളാന്നുള്ള രോമവും, വളരെ വൃദ്ധനായ മനുഷ്യൻ. അപ്പച്ചന്റെ മക്കളെല്ലാം അമേരിക്കയില്ല. പക്ഷേ അപ്പച്ചനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ പാർക്കണം എന്ന് പറഞ്ഞ അപ്പച്ചൻ അങ്ങനെ വരുവാനിടയായി തീർന്ന അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചൻ എന്നോട് പിറ്റേ ദിവസം ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇന്നലെ കർത്താവിന്റെ അടുക്കിൽ ഇറങ്ങി വന്നായിരുന്നു. നീ എനിക്ക് വേണ്ടി വളരെ കഷ്ടം സഹിക്കുന്ന ഒരു പൈതലാണ് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. നീ ദൈവവചനത്തിലെ പൊരുളുകൾ തിരിച്ചു കൊടുക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ദിവസം അപ്പച്ചനോട് കൂടെ കഴിയുമ്പോൾ തിരുവചനത്തിലെ ധാരാളം മാർമിക വചനങ്ങൾ അപ്പച്ചൻ പൊരുള് തിരിച്ചു തരുവാനിടയായിരുന്നു. സഹോദരങ്ങളെ, തൃക്കാൽക്കൽ ഇരുന്നെങ്കിൽ തിരുവചനങ്ങൾ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവവചനം നമ്മളെ കേൾപ്പിക്കത്തുള്ളൂ. അപ്പോൾ ആ ദൈവം കേൾപ്പിക്കുന്ന വചനങ്ങളാണ് മനുഷ്യരെ അവരുടെ ആകാത്ത വഴികളിൽ നിന്നും പ്രവർത്തികൾ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കുക, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 23-ാം അധ്യായം 22-ാമത് വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം ജനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്ന ആ വചനങ്ങൾക്ക് മാത്രമേ ആകാത്ത വഴി, പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ ജനത്തിനാണെങ്കിലും ദൈവം പറയുകയാണ്, അവർക്ക് ആകാത്ത വഴികളുണ്ട്, അവർക്ക് പ്രവർത്തികളുടെ ദോഷമുണ്ട്. അതിൽ നിന്ന് അവരെ
വേഗം തിരിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ദൈവം തരുന്ന വചനങ്ങൾ മാത്രമേ ജനങ്ങളിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തിരുവചനം എന്താണ് പറയുന്നത്? നമ്മൾ തിരിച്ചു വരുന്നു, പൊരുൾ തിരിച്ചു കൊടുത്തു. ഇനി 8-ാം വാക്യത്തിലേക്ക് വരിക. നെഹമ്യാവ് 8:8. അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്തു? എങ്ങനെ വായിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? തെളിവായി വായിച്ചു കേൾപ്പിക്കുക. അപ്പോൾ വേദപുസ്തകം വായിക്കുന്നത് തന്നെ അതിനൊരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ചുമ്മാതെ വായിക്കരുത്. കുത്ത്, കോമ, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളും അതിനെ നമ്മൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പശ്ചാത്തലം മനസ്സിലാക്കി അതിന്റെ ഫീലിംഗിൽ തന്നെ വായിക്കണം. അപ്പോൾ മാത്രമേ അതിന്റെ അർത്ഥം ഗ്രഹിപ്പാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തെറ്റുകൂടാതെ, വെപ്രാളം കാണിക്കാതെ, ധൃതി വെക്കാതെ, എനിക്ക് മുമ്പേ വായിക്കണമെന്നുള്ള ചിന്ത നല്ല ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായി വായിക്കണം. നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് ലൈസ. ലൈസ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു ഗാംഭീര്യത്തോടു കൂടിയും എത്ര അർത്ഥപുഷ്ടമായിട്ടും എത്ര തെളിമയുമായിട്ടാണ് വായിക്കുന്നതെന്നറിയാമോ? ഞാൻ പല പ്രാവശ്യം പാടണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ വചനം വായിക്കാനാണ്. അപ്പോൾ എനിക്ക് അതിനൊരു കൃപ തരണേ കർത്താവേ എന്ന് പറഞ്ഞു കിട്ടിയതാണ് ഈ വരവെന്നാ പറഞ്ഞത്. വളരെ നന്നായിരിക്കുന്നു അത്. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാധിച്ച എൻ്റെ മാതൃസഭയിലുള്ള ഒരു പൈതലുണ്ടായിരുന്നു. ഇന്നൊന്ന് പോലെ ഓർക്കുന്നുണ്ട്. ആ പൈതൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്യം വായിക്കും. ആ വാക്യം വായിക്കുമ്പോൾ അവനന്ന് 12 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ വാക്യം വായിച്ച് കഴിയുമ്പോഴേക്കും മിക്കവരും ആത്മാവിൽ നിറയും. അത്ര അധികാരത്തോടെയാണ് ആ കുഞ്ഞ് വാക്യം വായിക്കുന്നത്. അസാധാരണമായ ഒരു ദൈവകൃപയായിരുന്നു വാക്യം വായിക്കാൻ ആ കുഞ്ഞിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത് തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും, അടുത്തത് എന്തെഴുതിയിരിക്കുന്നു? വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, അവിടെ ആരാധനയായിട്ടില്ല, ആരാധനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അവിടെ സ്തുതി തുടങ്ങിയിട്ടില്ല, അവര് സ്തോത്രം തുടങ്ങിയിട്ടില്ല, അവര് കരങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ടില്ല, അവര് ആമീൻ പറയാൻ തുടങ്ങിയിട്ടില്ല, അവര് സാഷ്ടാംഗം വീഴാൻ തുടങ്ങിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രയോറിറ്റി ബിഫോർ ദ വർഷിപ്പ്. ആരാധനയ്ക്ക് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവവചനം വായിക്കണം. അത് പ്രാർത്ഥനയോടെ വായിക്കണം. വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. വീണ്ടും പ്രാർത്ഥനയോടെ അത് വായിക്കണം. പ്രാർത്ഥനയോട് വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ പ്രകാശിപ്പിക്കുവാനുള്ള കൃപ തരും. അത് ഗ്രഹിക്കേണ്ടതിന് വചനം വളരെ ആഴത്തിലേക്ക് പോകുവാനുള്ള വിശേഷ ദൈവകൃപ പരിശുദ്ധാത്മാവ് തരും. വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ വചനം ധ്യാനിക്കാൻ സമയം കൃത്യമായി മാറ്റി വെച്ചിരിക്കണം. അതിന് എന്തെല്ലാം തടസ്സമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേ, നോ പ്രോബ്ലം, നിങ്ങളുടെ ഫാറ്റൊക്കെ ഒന്ന് കുറയും, നിങ്ങൾക്ക് നല്ല സ്കിന്നൊക്കെ വരാനിടയായിത്തീരും, ബോഡിക്ക് നല്ലതാണ്, ഡൈജഷനും എല്ലാത്തിനും. വല്ലപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് അത് ദോഷമായിട്ട് വരത്തില്ല. അനാവശ്യമായിട്ടുള്ള എല്ലാ ഫാറ്റും ഒക്കെ അതങ്ങ് പൊക്കോളും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ തിരുവചനം നിങ്ങൾ വായിക്കണം, ഉറക്കെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ കാതിൽ കേൾക്കും. അപ്പൊ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. സ്തോത്രം. എന്നിട്ട് നാം ചെയ്യേണ്ട കാര്യം അടുത്തത് എഴുതിയിരിക്കുന്ന എന്താണ്? തെളിവായി വായിച്ച് കേൾപ്പിക്കുക. അപ്പൊ വേദോസ്തം വായിക്കേണ്ടത് എങ്ങനെയാണ്? മറ്റൊരു സൗരി വായിച്ചപ്പോ അറിയാതെ വായിച്ചു പോയി, കന്യഗർഭിണിയായ ഒരു മകളെ പ്രസവിച്ചു. തെറ്റുപറ്റിപ്പോയി, എന്തോ ചെയ്യാൻ പറ്റും? നീതിമാനെന്നും ഓർമ്മയിൽ ഇരിക്കുമെന്ന് വായിച്ചത് ഓർമ്മയിൽ ഇരിക്കുമെന്നായിപ്പോയി. ഒരു അമ്മച്ചി സാക്ഷി പറയാൻ എഴുന്നേറ്റപ്പോ അമ്മച്ചിയുടെ കണ്ണാടിക്ക് ഒരു കാലേ ഉള്ളൂ. അപ്പൊ അമ്മച്ചി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ വായിച്ചു, ദാവീദിന്റെ ഒരു തൊർണ ഗീതം. അന്നേരപ്പത്തിന് കണ്ണാടി പോയപ്പോ അമ്മച്ചി പറഞ്ഞു, കുന്തത്തിന് കുഴയുമില്ലെന്ന്. ദാവീദിന്റെ തൊർണഗീതമാണ്. കണ്ണാടി പോയപ്പം കുന്തത്തിന് കുഴയുമില്ല. അപ്പോൾ നമ്മൾ ഈ വായിക്കുമ്പോൾ പറയുന്ന അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് റെസ്പെക്ട് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം വളരെ ശ്രദ്ധയോടും പരിജ്ഞാനത്തോടും കൂടെ വേണം നമ്മളത് വായിച്ച് കേൾപ്പിക്കുവാനും. ഗ്രഹിപ്പാൻ തക്കവണ്ണം
അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പഠിപ്പിക്കുന്നയാള് പങ്കുവെക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ശരിയായ ഗ്രാഹ്യമുള്ള ആളായിരിക്കണം. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തിന് അധ്യാപകനായി പോകരുത്. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ അത് മനസ്സുവെച്ച് പ്രാർത്ഥിച്ച് പഠിക്കുകയും പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും ചില കമന്ററികളൊക്കെ എടുത്തു നോക്കിയൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അപ്പോൾ കൃത്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. ഏത് ചോദ്യത്തിനും, എസ്പെഷ്യലി പുതിയ നിയമ വെളിച്ചത്തിൽ, നിങ്ങളുടെ ചോദ്യത്തിന് യേശു എന്ത് മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് വേണം ആദ്യം നോക്കാൻ. കർത്താവ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്പർ 1. 2, അപ്പോസ്തലന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെറുതെ തർക്കവാദങ്ങളുടെ പുറകെ പോകരുത്. ചില ആളുകൾ രാവും പകലും തർക്കിച്ചുകൊണ്ടേയിരിക്കും. ചിലടത്ത് ചെന്നാൽ രാഷ്ട്രീയമേ പറയും. ആൻഡമാൻസിൽ ഞാൻ ചർച്ചിന്റെ ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ സ്ഥിരമായി മുൻപിരുന്ന പാസ്റ്ററിന് രാഷ്ട്രീയം ഇഷ്ടമാണ്. വൈകുന്നേരം ആകുമ്പോൾ 5-6 പേര് വരും, ഓരോ രാഷ്ട്രീയക്കാരുടെ സ്റ്റോറിയാ പറയുന്നത്. എനിക്ക് ഭയങ്കര നെഞ്ചടിപ്പായി ഇത് കേൾക്കുമ്പോൾ. കാരണം എനിക്ക് 1 സെക്കൻഡ് ഉണ്ടെങ്കിൽ വെള്ളക്കാർ പറയും ടൈം ഈസ് മണി. പക്ഷെ ഷാജി മാത്യു ഇടമൺ പറയുന്നത് ടൈം ഈസ് സോൾസ്. ഓരോ സെക്കൻഡ്സും ആത്മാക്കളാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ദിവസം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനപ്രയാസമായി. കാരണം ദൈവാലയം രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന, അത് കള്ളന്മാട് കുകയാക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ വന്നവരോടൊന്നും പറയാനൊക്കത്തില്ല, മാന്യന്മാരാ. പക്ഷെ ഞാനൊരു A4 പേപ്പർ എടുത്തേച്ച് അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു, ദൈവം വിചാരിച്ച് ഇവിടെ രാഷ്ട്രീയം പറയരുത്. സ്തോത്രം. പതിവ് പോലെ വൈകിട്ട് 5 മണിയായപ്പോ 4-5 പേര് വന്നു കയറിയപ്പോൾ ഈ ബോർഡ് കണ്ടു. അവര് പരസ്പരം പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ്. അവരന്നങ്ങ് പോയി. പിന്നെ മേലാൽ അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങേണ്ട ശബ്ദം ദൈവവചനമാണ്. നിങ്ങളുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഒച്ച വയ്ക്കേണ്ടത് ഭർത്താവിനോടല്ല, ഭാര്യയോടല്ല, മക്കളോടല്ല. നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കുക്ക് ചെയ്യുമ്പോൾ അമ്മയുടെ ബഹള ശബ്ദമല്ല കേൾക്കേണ്ടത്, അമ്മയുടെ അന്യഭാഷ കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പന്റെ അലറക്കമല്ല കേൾക്കേണ്ടത്, ആത്മാവിലുള്ള ശബ്ദം കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അതേ ഹൈ ആയിട്ടുള്ള പ്രസൻസ് കൊണ്ട് കവർ ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നോക്കുക, അതുകൊണ്ട് തെളിവായി വായിച്ച് കേൾപ്പിക്കുക, അർത്ഥം ഗ്രഹിപ്പാൻ തക്കവണ്ണം പറഞ്ഞും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ്? ദൈവവചനം കരങ്ങളിൽ എടുക്കുക. ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവരോട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരുവചനം എസ്പെഷ്യലി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അതിന് 4 പ്രതലം കണ്ടേക്കാം. പബ്ലിക്കിൽ പോകുമ്പോൾ അത് വഴിയരികെ വീഴുന്നതുകൊണ്ട് അത് പറവ കൊണ്ടുപോകത്തേ ഉള്ളൂ. പാറസ്ഥലത്ത് വീഴും. ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാ, അവർ പ്രാർത്ഥനയ്ക്കൊക്കെ വരും. കാരണം കുഞ്ഞിനെ ഒന്ന് കെട്ടിച്ചാൽ മതി, ചെറുക്കിനൊരു വിസ മതി, വഴികളും വാതിലുകളൊക്കെ കിട്ടണം. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോഴത്തേന് പിന്നെ ആളുകളൊക്കെ ഇളക്കും, നീ ബന്ധിക്കോസിൽ പോയോടി, അല്ലെ നീ കൂട്ടായ്മയ്ക്ക് ഇപ്പൊ പോയോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ തട്ടുമുട്ടുമൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിനൊരു കൊട്ടു വന്നേച്ച് എന്ത് ചെയ്യും? ഇത് പാറപ്പുറത്ത മണ്ണില്ലാത്തതായതുകൊണ്ട് ചൂടടിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് ഉണങ്ങിപ്പോയി. പിന്നെ മുള്ളിനിടയിൽ വീഴുന്നു, അതും കിളിച്ചു കയറി വരുന്നു. പ്രതികൂലമൊക്കെ ഉണ്ടെങ്കിൽ യോഗം ഇഷ്ടമാണ്, കയറി വന്നു. പക്ഷെ തിരുവചനത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? അത് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടെ കയറി ഞെരുക്കി. 5 രൂപ പലിശ മേടിക്കുന്ന ഒരാളിനെ എനിക്കറിയാം. അദ്ദേഹം മറ്റൊരു മതത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് വലിയ പാടായി. കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷങ്ങൾ കളയാൻ പുള്ളിക്ക് തയ്യാറല്ല. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം അല്ലേ? സൗരങ്ങളെ, ഉത്തരത്തിൽ എടുക്കുന്ന ആഗ്രഹിച്ചാൽ കക്ഷത്തിൽ ഇരിക്കുന്ന പോകും. ആമേൻ. ഇവിടുത്തെ എല്ലാം വലുതായി തോന്നുന്നത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, എയർക്രാഫ്റ്റിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ എയർപോർട്ടിലുള്ള കെട്ടിടങ്ങളെല്ലാം വലുതാണ്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റുകളെല്ലാം വലുതാണ്. പക്ഷെ ഒരു 10,000 അടി 20,000 അടി ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ
ആ വിൻഡോയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വലുതെന്ന് കണ്ടതെല്ലാം എത്ര ചെറുതായിട്ടാണ് മാറുന്നത്. ദൈവത്തിലുള്ള കാഴ്ചപ്പാടാണ് ഈ ലോകം ത്യജിക്കാനും ഈ ലോകം വെറുക്കാനും ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണുവാനും. നമ്മളിവിടെ പരദേശികളാണെന്നും താൽക്കാലികമായി ജീവിക്കുന്നതാണെന്നും ഇത് നമ്മുടെ ടെമ്പററി ഹട്ടാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാഴ്ചപ്പാട് വരുന്നത് എപ്പോഴാണ്? ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ 3 സ്ഥലങ്ങളിൽ വീണതും ഫ്രൂട്ട്ഫുൾ ആയില്ല, വിത്താ വീണത്. പക്ഷെ 4ാമത്തെ സ്ഥലം എന്താണ്? നല്ല നിലം. മനുഷ്യന്റെ ഹൃദയമാണ് നിലം. അത് പ്രാർത്ഥന കൊണ്ട് ഉഴുതുമറിക്കണം. സ്തോത്രം. അതിന് ദൈവ സാന്നിധ്യം കൊണ്ട് ഈർപ്പമുണ്ടാക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ വിത്ത് അതിൽ വീണാൽ കിളിക്കത്തുള്ളൂ. നമുക്കറിയാം, മങ്ക് നേരത്തെ കിളിച്ചു കയറി വരും. പക്ഷേ നല്ല നെൽമണിയാണെങ്കിൽ എന്താ? അത് പാറ്റിക്കൊഴിച്ച് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് ചാക്കിനകത്ത് കെട്ടി വയ്ക്കും. ഞങ്ങളൊക്കെ ധാരാളം നിലം ഉണ്ടായിരുന്നത് കൊണ്ട് വിതയും കൊയ്ത്തും വിത്ത് വിതയും ഒക്കെ ഞങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് വിതയ്ക്കേണ്ടത്. എങ്ങനെയാണ് ഈ വിത്ത് വരുന്നത്? നിങ്ങൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്യങ്ങളുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ വരയിടണം. വാക്യത്തിന്റെ മേളിലല്ല, തൊട്ട് താഴെ വരയിടണം. ഓക്കെ? അത് വീണ്ടും ധ്യാനിക്കണം. ആ ധ്യാനിക്കുന്ന വചനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിരവധി ആത്മീയ ആലോചനകൾ, കാഴ്ചപ്പാടുകൾ, നിയോഗങ്ങൾ, ധൈര്യം, പ്രത്യാശ, ബലം, ശക്തി, സൗഖ്യം, വഴികൾ എല്ലാം ആ വാക്യങ്ങളിലൂടെ തുറന്നു വരും. സ്തോത്രം. കാരണം ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുവെങ്കിൽ, പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടെന്ന് പോലും അത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് അത് നമുക്കൊന്ന് വായിച്ചേ മതിയാകുകയുള്ളൂ. എന്താ എഴുതിയിരിക്കുന്നത്? ഒരുവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടെന്ന് പോലും. 1 Peter chapter 4 verse 11 ഒന്ന് നോക്കിക്കേ. 1 പത്രോസ് 4-ാം അധ്യായം 11-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഒരുത്തൻ, ഓക്കെ സംബടി, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ വചനമാണ്, പ്രസംഗിക്കുന്നുവെങ്കിൽ എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും. കണ്ടോ? അപ്പൊ എന്താണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം മുഴുവൻ ദൂതുകളുടെ കലവറയാണ്. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചേച്ച് ഇറങ്ങി വന്നപ്പോ എന്നോട് സൗകര്യം വന്നിട്ട് ചോദിച്ചു, എന്നോട് ദൂത് വല്ലതും ഉണ്ടോ? ഞാൻ ചോദിച്ചു, ഈ 1.5 മണിക്കൂർ പിന്നെ എന്തുവാ കേട്ടെ? അപ്പോൾ ഈ തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഭാഗത്ത് നിങ്ങൾ വരയിടണം. അത് പല പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമോ, ഈ വചനങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവന്റെ ദൈവത്തിന്റെ വിത്തായി ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നത്. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ വചനം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് ചെന്ന് വീഴുന്ന വിത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നിങ്ങളുടെ ധ്യാനമുറിയിൽ ഇരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച സമയത്ത്, അല്ലെങ്കിൽ എനിവേർ എനി ടൈം നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടിയ ആ വചനം ഉണ്ടല്ലോ, ആ വചനം ആണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത് നിങ്ങളുടെ അധരങ്ങളിലൂടെ കേൾവിക്കാരനിലേക്ക് എത്തിക്കുന്നത്. ആ വചനങ്ങളാണ് കെടാത്ത ബീജമായി നിലനിൽക്കുന്ന വചനമായി അവരിലേക്ക് പരിവർത്തനം വരുത്തുവാനായി ഇടുന്ന ജീവന്റെ വിത്തതാണ്. പിതാവ് ആകർഷിക്കുന്നു, പുത്രൻ രൂപാന്തരപ്പെടുത്താൻ ബന്ധപ്പെടുന്നു. നിങ്ങളിലൂടെ ഒരു വ്യക്തിയിലേക്ക് വിതയ്ക്കപ്പെടുന്ന ആ വചനം, അത് പാപത്തെക്കുറിച്ചും അത് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. നോക്കിയേ, എത്ര മഹത്തരമായൊരു തലമാണതെന്നറിയാമോ? സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അത് വളരെ ബ്ലെസ്സിങ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ധ്യാനിക്കുകയും ആ വചനത്തിന്റെ മഹത്വം തിരിച്ചറിയേണ്ടതിനായി സദാ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആ വചനമാണ് മനുഷ്യരെ രൂപാന്തരം നൽകുന്നത്. അതാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള വചനം. അതാണ് നിങ്ങളുടെ ഭാവി. അതാണ് നിങ്ങളുടെ ഭദ്രത, സുരക്ഷിതത്വം. ശത്രുവിന്റെ നേരെ കടന്നു വരുന്ന ഏത് തീയമ്പനെയും ചെറുക്കാനും, ആമീൻ, ഏത് പോർമേടുകളിലും ധൈര്യത്തോടെ വെട്ടിക്കയറുവാനുമുള്ള ആത്മാവിന്റെ വാളെന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം.
ആ വചനം നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് പ്രവചന ശബ്ദം പോലെ ചിലങ്ങൾ ചെല്ലും. ചിലപ്പോൾ ആ വചനം പങ്കുവെക്കുമ്പോൾ നിങ്ങൾ വെളിപ്പാടിലായിരിക്കും ആ വചനം പറയുന്നത്, ചിലപ്പോൾ ദർശനത്തോടെ ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ വലിയ ആത്മഭാരത്തോടെ ആയിരിക്കും പറയുന്നത്. ആ വചനം ദൈവത്തിന്റെ ശബ്ദമാകിയാൽ കർത്താവിന്റെ വചനത്തിന് കർത്താവിനോളം പവർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉരുവാക്കേണ്ടതിനെ ഉരുവാക്കും, രൂപാന്തരപ്പെടുത്തേണ്ടതിനെ രൂപാന്തരപ്പെടുത്തും, അത് സൗഖ്യമാക്കേണ്ടതിനെ സൗഖ്യമാക്കും. വ്യത്യസ്ത നിലകളിലായിരിക്കും ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരു 5 മിനിറ്റ് ഒരുമിച്ച് നമുക്ക് ചെലവിടാം. ഈ തിരുവചന പഠനം നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ജയജീവിതം നയിപ്പാനും പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വചനം വായിക്കുന്നതിലും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നതിലും അത് പരസ്യമായി എടുത്തു വായിക്കുന്നതിലും അതിനെ ദൈവവചനത്തെ റെസ്പെക്ട് ചെയ്യുന്നതിനും അതിൻ്റെ മഹാത്മ്യം നമ്മൾ കേൾപ്പാനിടയായി തീർന്നല്ലോ. അത് തെളിവായിട്ട് വായിക്കണം, തെറ്റുകൂടാതെ വായിക്കണം, കൃത്യമായി വായിക്കണം, ആദരവോടെ വായിക്കണം, ബഹുമാനത്തോടെ വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം, ഏകാഗ്രതയോടെ വായിക്കണം, തെളിവായി വായിക്കണം. എന്നിട്ട് നാം കേട്ടതിൻ്റെ അർത്ഥം ആളുകൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യണം. ആമേൻ. 9-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ കാണുന്നു, ജനമെല്ലാം ന്യായപ്രമാണങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു എന്ന് വായിക്കും. സോ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനും ദൈവസന്നിധി താഴ്ത്തുവാനും സമർപ്പിപ്പാനും പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. God bless you everyone. Shall we pray? Praise God. Thank you Lord Jesus. Oh hallelujah. ചെറിയാൻ പ്രാർത്ഥിച്ചാട്ടെ. Thank you Jesus. റമനാശകദുനിയാര ബാലകതിൽ ഘടാലകശസ്യാൻ യേശുവിന്റെ നാമത്തിൽ ചെറിയാൻ. Praise God. Okay. Praise God. Sister Susan പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കവാ? Yes. Okay. അത് കഴിഞ്ഞ് സൂസൻ ചുരുക്കമായി പ്രാർത്ഥിക്കണം. Okay. ചെറിയാൻ സിസ്റ്റർ. Praise God. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ കർത്താവേ ഇരുപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിച്ചതിനായ സ്തോത്രം. പല വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും കർത്താവിന്റെ ദാസൻ കർത്താവെ ഞങ്ങൾക്ക് വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. ഇങ്ങനെ ബൈബിൾ സ്റ്റഡിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം പഠിപ്പാൻ തക്കവണ്ണം അത് ഞങ്ങൾക്ക് ഓരോ വാക്യത്തിൽ കൂടെ കർത്താവ് അത് പഠിപ്പാൻ കർത്താവെ ഹല്ലേലൂയ നീ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ എസ്ര ശാസ്ത്രി വചനം കർത്താവെ എടുത്ത് ഉയർത്തി കർത്താവെ അത് നിവർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നതിനും പ്രകാരം കർത്താവെ ഞങ്ങൾ വചനത്തിന്റെ കർത്താവെ ആ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് വചനത്തോടുള്ള താല്പര്യം കൂടുവാൻ തക്കവണ്ണം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെയും വചനം വായിപ്പാൻ, വചനം കർത്താവെ കേൾക്കുവാൻ, വചനം കർത്താവെ ഹല്ലേലൂയ അത് ശ്രദ്ധയോടെ വായിപ്പാൻ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ, ഞങ്ങളുടെ കർത്താവെ ഓരോ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലൊക്കെയും ആ വചനങ്ങൾ ഞങ്ങളെ കർത്താവെ ധൈര്യപ്പെടുത്തുവാൻ, കർത്താവെ അത് ഞങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവരോട് കർത്താവെ ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ അതെടുത്ത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം വചനം ഞങ്ങളെ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി സമയം ഞങ്ങൾക്ക് കിട്ടുന്ന സമയം വെറുതെ പാഴാക്കുവാനല്ല കർത്താവെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, വചനം വായിപ്പാൻ ഉള്ള ഒരു താല്പര്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്നും കർത്താവിന്റെ സന്നിധിയിൽ വചനം വായിപ്പാനുള്ള കൃപ, താല്പര്യം എല്ലാം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. വന്ന് തലവടങ്ങിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു, താഴ്ത്തുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇത്രത്തോളം പറഞ്ഞു തരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു. കർത്താവെ ഇനിയും കൂടി വരുംവരെയും ദൈവത്തിന്റെ ചിറകടി ഞങ്ങളെ എല്ലാവരെയും മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകലതും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ എന്റെ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ചും അതിന്റെ മഹാത്മ്യതയും ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് തരുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപമാണ്, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്, ഞങ്ങളുടെ കണ്ണിന് വെളിച്ചമാണ്, ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമാണ്, ഞങ്ങളുടെ അസ്ഥികൾക്ക് ബലമാണ്. കർത്താവേ, നിന്റെ വചനത്തോടുള്ള ഭക്തി അടിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അധികമായി കർത്താവേ നിനക്ക് പ്രസാദകരമുള്ള ജീവിതം നയിക്കുവാൻ അടികളെ സഹായിക്കുമാറാകണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ. എന്റെ ദൈവ സന്നിധാനത്തിന് കടന്നു വന്ന സകല ജനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വേലയ്ക്ക് ചുമലുകൊടുക്കുവാൻ, നിന്റെ വേലയിൽ അവർ ഓരോരുത്തരും വർദ്ധിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ കർത്താവേ നിന്റെ നാമത്തിന് വേണ്ടി ശക്തരായി നിൽക്കേണ്ടതിന് വേണ്ടി അടിയൻ പ്രിയദാസനായ സ്തോത്രം. കർത്താവെ, ചില നാളുകളായിട്ട് ഹല്ലേലൂയ വചനത്തെ കുറിച്ച് ദൈവത്തിന്റെ ആഴമേറിയ കർത്താവ് വചനത്തിന്റെ മഹാത്മ്യത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനും കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമേറിയ വിശ്വാസം വർദ്ധിക്കുവാനും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറി ഞങ്ങളുടെ വിശ്വാസത്തെ ഒരു പടിയോട് വർദ്ധിക്കുവാൻ ആ പ്രാണപ്രിയനോട് ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം എത്ര നല്ലവനാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണപ്പാ. അതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കാലഘട്ടത്തിലപ്പാ ദൈവത്തിന്റെ വചനം വേണ്ടതുപോലെ പറഞ്ഞു തരുവാൻ നിന്റെ ദാസന് ദൈവം ശക്തീകരിച്ചല്ലോ. അതിലൊന്നും കൂട്ടിച്ചേർക്കാതെ വണ്ണം, ഒന്നും കുറച്ചു കളയാതെ വണ്ണം ഉള്ളതുപോലെ പറയുവാൻ നിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അധികമായി കർത്താവ് അനുഗ്രഹിക്കണമേ. നിന്റെ ആ കർത്താവെ ആഗ്രഹങ്ങൾ, നിന്റെ ദാസന്റെ ആഗ്രഹങ്ങൾ മേൽ ദൈവം പ്രവർത്തിക്കണമേ. അനേക വിഷയങ്ങളെ ബദ്ധത്തിലായിരിക്കുന്നുവല്ലോ. സ്പെഷ്യലി കർത്താവെ പ്രയർ ടൗണിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിനുള്ള എല്ലാ സാവകാശങ്ങളും വഴികളും ദൈവം തുറക്കുന്ന ദൈവമാണ്. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നുമ്പോൾ അവന്റെ ഗമനവും ആഗമനവും എല്ലാം സ്ഥിരപ്പെടുത്തുന്ന കർത്താവിന്റെ പാദപെടുത്തി ഞങ്ങൾ ആ വിഷയങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നു. തന്റെ ദാസനോട് കരുണയണമേ, ശരീരത്തെ ബലപ്പെടുത്തണമേ, പുതുകൃപകളാൽ നിറയ്ക്കുമാറാകണം. ഈ കടന്നു വന്ന എല്ലാ ജനങ്ങളെ ഒരുപോലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവെ നിന്റെ വചനത്തോടുള്ള ഭക്തി, ആഴമേറിയ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും നീ ഒരുപോലെ അനുഗ്രഹിക്കണം. ഇനി കാണുവരെ നിന്റെ വിസ്താരമേറിയ ചെറിയ പറവിൽ ഞങ്ങളെ എല്ലാവരെയും മറിച്ചാട്ടം നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയെ പച്ചൻ കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതുതായി ജോയിൻ ചെയ്തവർക്ക് നിങ്ങളുടെ ഇമെയിൽ ID എനിക്ക് അയച്ചു തരിക. എൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ ഞാനത് സൂം മീറ്റിംഗിൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും അത് കൂടുതൽ ആത്മീയ വർധനയ്ക്ക് അത് ക്രമീകരണമാകും. ഞാൻ നമ്പർ പറയുന്നു, എൻ്റെ പേഴ്സണൽ നമ്പറാണത്. +91 90 20 40 60 80. ഞാൻ ആവർത്തിക്കുന്നു, +91 90 20 40 60 80. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം പഠിക്കുന്ന എല്ലാ വേദ വിദ്യാർത്ഥികളും ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സ്നേഹവും ഒരുമിച്ച് നമ്മളോടുകൂടെ എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. റിപ്പീറ്റ് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാട്ടെ. ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ കൂട്ടായ്മയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്ന യൂട്യൂബ് ലിങ്കുകൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അവർ ദൈവത്തിന്റെ പഠിക്കുവാനായി അവസരം നൽകുക. നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലും ദൈവനം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കുവയ്ക്കുക. നിങ്ങൾ 10 പേരുടെ കയ്യിൽ എത്തിച്ചാൽ അതിൽ ഒരാൾ ദൈവനം പഠിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിന് എത്തുമല്ലോ. അവർ ഗ്രഹിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനിടയാവുമ്പോൾ അനേക ശിഷ്യന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാനായിട്ട് അവരിലൂടെയും സാധിക്കും. ഗോഡ് ബ്ലസ് യു എവരിവൺ.
See you in the evening. God bless you. Praise the Lord. Hallelujah. Thank you. God bless you.